പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1, യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. 2, വിധക്കാരന്റെ ഉപമ. 3, ദീപം മറച്ചു വെക്കരുതെന്നുള്ള യേശുവിന്റെ ആഹ്വാനം. 4, യേശുവിന്റെ അമ്മയെയും സഹോദരരെയും കുറിച്ച് പറയുന്നത്. 5, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന സംഭവം. 6, പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം. 7, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുകയും ജായിറോസിന്റെ മകളെ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ. ഒന്നാമതായിട്ട്, യേശു സുവിശേഷം അറിയിച്ചുകൊണ്ട് തന്റെ ശിഷ്യരോടൊത്ത് യാത്ര ചെയ്തപ്പോൾ അവനോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകൾ, യേശുവിനോടും ശിഷ്യരോടുമൊപ്പം സുവിശേഷ ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്ന സ്ത്രീകൾ. 8:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെരോദേസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം, യഹൂദരുടെ ഇടയിൽ സ്ത്രീകൾക്ക് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. പുരുഷന്മാരോടൊപ്പം ഇപ്രകാരം സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്ന പാരമ്പര്യത്തെക്കുറിച്ച് കേട്ട് കേൾവി പോലുമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാലത്ത് യേശു വളരെ വ്യത്യസ്തമായ ഒരു റാഡിക്കൽ ചേഞ്ചാണ്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. സ്ത്രീകൾ അപ്പസ്തോലന്മാരോടൊപ്പം ദൈവരാജ്യ ശുശ്രൂഷയിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് ലൂക്ക സുവിശേഷത്തിലുടനീളം സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വിശുദ്ധ യൗസേപ്പ് പിതാവിനാണ് കൊടുത്തത്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ മറിയത്തിനാണ് മംഗളവാർത്ത. പഴയ നിയമം പുരുഷന്മാർക്ക് പ്രാധാന്യം നൽകുമ്പോൾ യേശു പുതിയ നിയമത്തിൽ സ്ത്രീകളെ പ്രത്യേകം തന്റെ കൂട്ടായ്മയിലും തന്റെ ശുശ്രൂഷയിലും ഉൾച്ചേർക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വിപ്ലവാത്മകമായ ഒരു കാൽവെപ്പെന്ന് പറയാം. 4:16 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിനെ സമഗ്ര വിമോചകനായിട്ടാണ് അവതരിപ്പിച്ചത്. സമഗ്ര വിമോചനത്തിന്റെ സദ്വാർത്ത അറിയിക്കുവാനാണ് യേശു വന്നത്. യേശുവിലൂടെ സംജാതമായ രക്ഷയുടെ നവയുഗം, ആ അനുഭവത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. പാപികളെയും ദരിദ്രരെയും സ്ത്രീകളെയും അവഗണിക്കപ്പെട്ടവരെയും എല്ലാവരെയും യേശു തന്റെ രാജ്യത്തിൽ ഉൾച്ചേർക്കുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. 8:4 മുതലുള്ള വാക്യങ്ങൾ. പല പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടിയ വലിയൊരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുളി ചെയ്തു. ദൈവരാജ്യത്തിന്റെ സുവിശേഷം, രക്ഷയുടെ ദിവ്യ സന്ദേശം ഉപമകളിലൂടെ അവതരിപ്പിക്കുകയാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ചിലത് പാറമേൽ വീണു, മറ്റു ചിലത് ചെടികൾക്കിടയിൽ വീണു. ഈ ഉപമ മാത്യുവിന്റെ സുവിശേഷത്തിലും മാർക്കിന്റെ സുവിശേഷത്തിലും നമ്മൾ കണ്ടതാണ്. വചനമാകുന്ന വിത്ത് വിതച്ചാൽ ഉറപ്പായും അത് ഫലം നൽകും. പക്ഷേ കുറെ വിത്ത് നഷ്ടപ്പെട്ടു പോയേക്കാം. എന്നാൽ നല്ല നിലത്ത് നിന്ന് 100 മേനി ഫലം ലഭിക്കും. വിതക്കാരൻ ദൈവമാണ്. ദൈവരാജ്യത്തിന്റെ രഹസ്യമാണ് ഈ വിതക്കാരന്റെ ഉപമയിലൂടെ യേശു അറിയിക്കുന്നത്. ദൈവരാജ്യ സാവകാശം വളർന്ന് പടർന്ന് പന്തലിക്കും. വചനമാകുന്ന വിത്ത് വിതച്ചാൽ ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. കുറെ വിത്ത്
പാഴായി പോകുന്നു. വഴിയരികിൽ വീണ വിത്ത് പക്ഷികൾ വന്ന് തിന്നുന്നു. അത് സാത്താൻ വചനം അപഹരിക്കുന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കുറച്ച് വിത്ത് പാറപ്പുറത്ത് വീഴും. അത് മണ്ണിനാഴമില്ലാത്തതിനാൽ ആദ്യം പെട്ടെന്ന് പൊട്ടിമുളച്ചാലും വെയിലേൽക്കുമ്പോൾ അത് വാടിക്കരിയും. ഇത് വചനം സ്വീകരിക്കുമെങ്കിലും വചനത്തെ പ്രതി ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്ന വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം വലിയ ഉത്സാഹത്തോടെ മുന്നോട്ട് വരും, വചനം സ്വീകരിക്കും. പക്ഷേ വചനത്തെ പ്രതി, സുവിശേഷത്തെ പ്രതി അല്പം ക്ലേശങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ അവർ പെട്ടെന്ന് പിന്മാറും. അതുപോലെ വചനമാകുന്ന വിത്ത് സ്വീകരിച്ച് അത് പൊട്ടിമുളയ്ക്കും. പക്ഷേ ഈ ലോക ജീവിത വ്യഗ്രതകളും ലോകമോഹങ്ങളുമാകുന്ന മുള്ളുകൾ വചനമാകുന്ന വിത്തിനെ ഞെരുക്കും. അപ്പോൾ അതിനും ഉചിതമായ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ വഴിയരികിൽ വീണ വിത്തും പാറപ്പുറത്ത് വീണ വിത്തും മുള്ളുകൾക്കിടയിൽ വീണ വിത്തും ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിലും നല്ല നിലത്ത് വീണ വിത്ത് 100 മേനി ഫലം പുറപ്പെടുവിക്കും. വചനമാകുന്ന വിത്ത് ഉറപ്പായും ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. 15-ാം വാക്യത്തിൽ പറയുകയാണ്, നല്ല നിലത്ത് വീണ വിത്ത് വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല നിലത്ത് വീണ വിത്ത് വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വിശദീകരണം 15-ാം വാക്യം മാത്യുവിന്റെ സുവിശേഷത്തിൽ കണ്ടില്ല, മാർക്കിലുമില്ല. ഇവിടെ വചനം സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായി വിശദീകരണം നൽകുകയാണ്. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാകണം നാം. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്ന, ധ്യാനിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ മറിയം അമ്മ തന്നെയാണ് ഏറ്റവും ഉചിതമായ മാതൃകയും. ധ്യാനിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഏറെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്മാറാൻ പാടില്ല. ആകുലതകളും വ്യഗ്രതകളും മൂലം വചനം ഫലം പുറപ്പെടുവിക്കാതെ പാഴായി പോകാൻ ഇടവരരുത്. സാത്താൻ നമ്മിൽ നിന്ന് വചനം അപഹരിക്കാൻ, പ്രലോഭനങ്ങളാൽ വചനം അപഹരിക്കാൻ ഇടയാകരുത്. പകരം നിർമ്മലമായ ഒരുക്കമുള്ള ഹൃദയത്തിൽ സ്വീകരിക്കണം. ക്ഷമയോടെ കാത്തിരുന്ന് ഫലം പുറപ്പെടുവിക്കണം. അതിന് ചെയ്യേണ്ടത് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കുകയാണ്. അങ്ങനെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ട് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 8-ാം അധ്യായത്തിൽ യേശുവിന്റെ 3-ാമത്തെ പ്രധാനപ്പെട്ട പ്രബോധനമാണ് 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നൽകുന്നത്. യേശു പറയുകയാണ്, ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. ഇവിടെ ദീപം അല്ലെങ്കിൽ വിളക്ക് എന്ന് പറഞ്ഞേക്കുന്നത് വചനത്തെയും സൂചിപ്പിക്കാം, യേശുവിനെയും സൂചിപ്പിക്കാം. ഇവിടെ വചനം എന്നത് യേശുവിലൂടെ നൽകപ്പെട്ട രക്ഷയുടെ ദിവ്യ സന്ദേശം. ലൂക്കായുടെ സുവിശേഷത്തിന് പകരം വചനം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴും നാമരൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ല, ക്രിയാരൂപത്തിലാണ്. അതായത് വചനത്തിന്റെ വ്യാപ്തി, സുവിശേഷ പ്രചരണം, സുവിശേഷം പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇവിടെ വചനം സ്വീകരിച്ച് അല്ലെങ്കിൽ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം. കേൾക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ഈ പ്രവൃത്തിക്കാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. അതുപോലെ ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. അതായത് ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അത് മറച്ചു വയ്ക്കാതെ അനേകർക്ക് വെളിപ്പെടുത്തണം. യേശുവിലൂടെ, അവിടുത്തെ വചനത്തിലൂടെ
നൽകപ്പെട്ട ദൈവിക വെളിപാട് സ്വീകരിച്ച് മറച്ചു വയ്ക്കാനുള്ളതല്ല, മറിച്ച് സകലർക്കും വെളിച്ചം നൽകത്തക്ക വിധം അത് പീഠത്തിന്മേൽ വയ്ക്കണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് സംലഭ്യമാക്കണം. എല്ലാവർക്കും വെളിച്ചം കാണാൻ വേണ്ടി അത് പീഠത്തിന്മേൽ വെക്കണം. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. അതായത് എന്നേക്കും ഈ വചന വെളിച്ചം നമുക്ക് മറച്ചു വയ്ക്കാൻ ഒക്കില്ല. യേശുവിലൂടെ നൽകപ്പെട്ട ഈ ദൈവിക വെളിപാട് എന്നേക്കും നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. അത് വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. 18-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്നവൻ വിചാരിക്കുന്നത് കൂടെ എടുക്കപ്പെടും. അതായത് വചന വ്യാപാരം ചെയ്യും തോറും, സുവിശേഷ വെളിച്ചം അനേകർക്ക് പകർന്നു നൽകും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ അനുഗ്രഹീതരാകും, കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറും. സുവിശേഷ വെളിച്ചം സ്വീകരിച്ച് മറച്ചു വയ്ക്കാനുള്ളതല്ല, അത് പ്രഘോഷിക്കപ്പെടണം, പങ്കുവയ്ക്കപ്പെടണം. അതുവഴി അനേകർ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. ലൂക്കായുടെ സുവിശേഷം വചനം സ്വീകരിക്കാനുള്ള തിടുക്കത്തേക്കാൾ കൂടുതൽ വചനം പങ്കുവയ്ക്കുവാൻ, പകർന്നു നൽകാനുള്ള തിടുക്കമാണ് കൂടുതൽ കാണുന്നത്. വചനം സ്വീകരിക്കുന്നതിനെ വേണ്ടിയുള്ള തിടുക്കമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ കൂടുതൽ കണ്ടത്. എന്നാൽ വചനം പ്രഘോഷിക്കുവാൻ, പങ്കുവയ്ക്കാനുള്ള തിടുക്കമാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ കൂടുതൽ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 4-മതായി പറഞ്ഞിരിക്കുന്ന കാര്യം യേശുവിന്റെ അമ്മയെയും സഹോദരങ്ങളെയും കുറിച്ചാണ്. വിധക്കാരന്റെ ഉപമയെ കുറിച്ച് പറഞ്ഞിട്ട് വചനം സ്വീകരിച്ചു മറച്ചു വെക്കരുതെന്ന് നമ്മെ പഠിപ്പിച്ചിട്ട് യേശുവിന്റെ അമ്മയെയും സഹോദരരെയും കുറിച്ച് പറയുന്നത് വചനം സ്വീകരിച്ച് എപ്രകാരം ഫലം പുറപ്പെടുവിക്കുന്നവരാകണം എന്ന് പറയാം. 19 മുതൽ 21 വരെയുള്ള വാക്യം, അവന്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു, എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരരും. 21-ാം വാക്യം യേശു പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരൻ. വചനം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിച്ച് വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. വിധക്കാരന്റെ ഉപമയിൽ പറഞ്ഞതുപോലെ നല്ല നിലത്ത് വീണ വിത്തുപോലെ 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. 22 മുതലുള്ള വാക്യങ്ങൾ, യേശു വഞ്ചിയിൽ കയറി ശിഷ്യന്മാരോടൊപ്പം മറുകരയ്ക്ക് പോവുകയായിരുന്നു. പോകുമ്പോൾ യേശു ഉറങ്ങുകയായിരുന്നു. വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായി. അവർ അടുത്തു വന്ന്, ഗുരു ഗുരു, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവ നിലച്ചു, ശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഭയന്ന അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു. പ്രകൃതി ശക്തികളോട് പോലും അവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവന്റെ വാക്കുകൾ ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. അവന്റെ വചനം അത്രയേറെ വലിയ സ്വാധീനം ചെലുത്തും. വചനത്തിന് നമ്മിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. വിശ്വാസപൂർവം ഉറച്ചു നിൽക്കാൻ കഴിയണം. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന സംഭവത്തിലൂടെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. യേശുവിന്റെ വചനത്തിന്റെ ശക്തിയും യേശുവിന്റെ ആധികാരികതയും. അവൻ കൽപ്പിക്കുമ്പോൾ കാറ്റും കടലും ശാന്തമാകുന്നു, അനുസരിക്കുന്നു. കർത്താവ് കൽപ്പിക്കുമ്പോൾ കാറ്റും കടലും അനുസരിക്കുന്നത് പഴയ നിയമത്തിലുടനീളം നമ്മൾ ഇടയ്ക്കിടെ കണ്ടതാണ്. കാറ്റും കടലും പോലും കർത്താവിനെ അനുസരിക്കുന്നു. അങ്ങനെയെങ്കിൽ ബുദ്ധിയും വിവേകവുമുള്ള നമ്മൾ എത്ര അധികമായി വചനം അനുസരിക്കാൻ കടപ്പെട്ടവരാണ്.
അവൻ കൽപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കും. 8:26 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം അവർ ഗലീലയ്ക്ക് എതിരെയുള്ള ഗനേസരുടെ നാട്ടിലെത്തിച്ചേർന്നു. അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാച് ബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, ശവക്കല്ലറകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഇവിടെ യേശുവിന്റെ ഒരു ദൗത്യം വെളിപ്പെടുകയാണ്. എന്താണ്? വചനത്താൽ പൈശാചിക ശക്തികളെ കീഴടക്കുക. വചനത്തിന്റെ ശക്തിയാൽ പൈശാചിക ശക്തികളെ കീഴടക്കുക. നീ എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചു. അവന്റെ വാക്കുകൾ പിശാച് പോലും തിരിച്ചറിയുകയാണ്. അശുദ്ധാത്മാവിനോട് അവനിൽ നിന്ന് പുറത്തു വരാൻ യേശു കൽപ്പിച്ചു. അത് അശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞു. തുടർന്ന് ആ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന്റെ ചിത്രം അവതരിപ്പിക്കുന്നു. പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. സാത്താനും അമാനുഷികമായ ശക്തിയുണ്ടെന്നുള്ളതിന് സംശയമില്ല. ചങ്ങലകളും കാൽവിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് ആ പിശാച് ബാധിതനെ. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജനസ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. യേശു അവനോട് ചോദിച്ചു, നിന്റെ പേരെന്ത്? ലെഗിയോൻ എന്നവൻ പറഞ്ഞു. എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു. പാതാളത്തിലേക്ക് പോകാൻ തങ്ങളോട് കൽപ്പിക്കരുതെന്ന പിശാചുക്കൾ അവനോട് യാചിച്ചു. വലിയൊരു പന്നിക്കൂട്ടം കുന്നിൻ പുറത്ത് മേയുന്നുണ്ടായിരുന്നു. ആ പന്നികളെ ആവശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു. അവൻ അനുവദിച്ചു. അപ്പോൾ അവ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു. പന്നികൾ കിഴുക്കാൻ ദുഃഖായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് മുങ്ങിച്ചത്. പന്നികളെ മേയിച്ചു കൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് പട്ടണത്തിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചത് കാണാൻ വന്നവർ യേശുവിനോട് ഈ പ്രദേശം വിട്ടു പോകണമെന്ന് അറിയിച്ചു. 37-ാം വാക്യം. തങ്ങളെ വിട്ടു പോകണമെന്ന് ഗനേസരുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാവരും അവനോട് അപേക്ഷിച്ചു. കാരണം അവർ വളരെയേറെ ഭയന്നിരുന്നു. മാത്രമല്ല, അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം വന്നല്ലോ പന്നികള് ചത്തപ്പോൾ. അവൻ വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു. യേശു പിന്നെ അവിടെ നിന്നില്ല, വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു. പിശാച് ബാധയൊഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെ ആയിരിക്കാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. ഇത് നമ്മൾ മാത്യു, മാർക്ക് 2 സുവിശേഷങ്ങളിൽ നിന്നും കണ്ടതാണ്. അവനോട് ആരോടും പറയരുതെന്നല്ല യേശു പറഞ്ഞത്, എന്റെ സ്ഥലത്തേക്ക് പോയി സകലരെയും അറിയിക്കാനാണ് പറഞ്ഞത്. കാരണം യേശുവിലൂടെ പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്ത് രക്ഷയുടെ നവയുഗം ആരംഭിച്ചു. സമഗ്ര വിമോചകനായ ക്രിസ്തുവിലൂടെ രക്ഷയുടെ നവയുഗം ആരംഭിച്ചു. ആ രക്ഷയുടെ നവയുഗം എല്ലാവരും ദർശിക്കാൻ ഇടയാകണം. അതിനുവേണ്ടിയാണ് പറയാൻ കർത്താവ് ആവശ്യം. അവസാനമായി രക്തസ്രാവക്കാരി സുഖം പ്രാപിക്കുന്ന സംഭവവും ജായിറോസിന്റെ മകളെ പുനർജീവിപ്പിക്കുന്ന സംഭവവും. ഇത് രണ്ടും മത്തായി എഴുതിയ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും നമ്മൾ വിശദമായി പഠിച്ചതാണ്. ഇവിടെ 1-2 ചിന്തകൾ ധ്യാന വിഷയമാക്കുവാൻ പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ ഒന്ന് തൊട്ടതേ ഉള്ളൂ, ഉടനെ അവൾ സൗഖ്യം പ്രാപിച്ചു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ ഈ ശക്തി അനുഭവിക്കാൻ യേശുവിനെ തിക്കി തിരക്കി അവനെ തൊട്ടുരുമ്മി കൂടെ നടന്ന അനേകർക്ക് കഴിഞ്ഞില്ലല്ലോ. യേശുവിൽ നിന്ന് ശക്തി, ദൈവിക ശക്തി പുറപ്പെട്ടത് ആ സ്ത്രീ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടപ്പോൾ.
എന്തുകൊണ്ട്? അവൾ അത്രയേറെ വിശ്വാസത്തോടുകൂടെയാണ് യേശുവിനെ സമീപിക്കുന്നത്. വിശ്വാസത്തോടും തീവ്രമായ ആഗ്രഹത്തോടുമാണ് അവൾ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടത്. പക്ഷെ കൂടെ നടന്ന ശിഷ്യർക്കൊന്നും ഈ ശക്തി അനുഭവിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ദിവസവും കർത്താവിന്റെ വചനത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മളിലേക്ക് അവനിൽ നിന്ന് ശക്തി പ്രവഹിക്കാറുണ്ടോ? അതുപോലെ പരിശുദ്ധ കുർബാനയിലൂടെ സാക്ഷാൽ യേശു മിശിഹായെ നാം സ്വീകരിക്കുമ്പോൾ ഈ ശക്തി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? യേശുവിനെ തൊട്ടുരുമ്മി അവനോട് ചേർന്ന് നടന്ന അനേകം ശിഷ്യര് അവന്റെ ശക്തി തിരിച്ചറിഞ്ഞില്ല. അതുപോലെയല്ലേ പലപ്പോഴും നമ്മൾ വെറും കേൾവിക്കാരെ പോലെ വചനം വായിച്ചു വിടുന്നു, നമ്മിലൊന്നും സംഭവിക്കുന്നില്ല. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, അവന്റെ അതുല്യ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവ് വളരെ വ്യക്തമായും നമ്മുടെ ജീവിതങ്ങളെ ശരിയായ ദിശാബോധത്തിലേക്ക് വഴികാട്ടി നയിക്കുകയല്ലേ? എപ്രകാരം വിശ്വാസ തീഷ്ണതയോടെ, തീഷ്ണമായ ആഗ്രഹത്തോടെ നാം വചനത്തെ സമീപിക്കണം. നാം യേശു മിശിഹായെയും അവിടുത്തെ ശരീര രക്തങ്ങളെയും സ്വീകരിക്കുവാൻ സമീപിക്കുമ്പോൾ ഈ രക്തസ്രാവക്കാരിയുടെ വിശ്വാസത്തോടും അവൾ എന്തുമാത്രം ആഗ്രഹിച്ചാണ് കർത്താവിൻ്റെ അടുത്ത് പോയത്. കാരണം അവൾ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അനേകം വൈദ്യന്മാരുടെ അടുക്കൽ പോയി, ആർക്കും അവളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നത് ആ തീവ്രമായ ആഗ്രഹത്തോടെ. നമുക്ക് ഇന്നു മുതൽ തമ്പുരാന്റെ വചനത്തിന് മുമ്പിൽ കർത്താവിന്റെ അതുല്യ ശക്തി അനുഭവിക്കുവാനുള്ള ആഗ്രഹത്തോടും വിശ്വാസ തീഷ്ണതയോടും കൂടെ സമീപിക്കാം. ജായിറോസിന്റെ മകളെ പുനർജീവിപ്പിക്കുന്ന സംഭവം. സിനഗോഗ് അധികാരിയായ ജായിറോസ് യേശുവിനോട് വന്ന് അപേക്ഷിച്ചു. തന്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് തന്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് അപേക്ഷിച്ചെന്നാണ് 41-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 12 വയസ്സ് പ്രായമുള്ള അവന്റെ ഏക പുത്രി ആസന്ന മരണയായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനെ സമീപിച്ചത്. ഇതിനിടയിലാണ് രക്തസ്രാവക്കാരിയുടെ സംഭവം വിവരിച്ചിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിലെ സാൻഡ്വിച്ച് മോഡലാണ് ഇത്. മർക്കോസിന്റെ സുവിശേഷത്തിലേതുപോലെ തന്നെ ലൂക്കായും അവതരിപ്പിച്ചിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലെ ഉള്ളടക്കത്തിൽ 60% ലൂക്കായുടെ സുവിശേഷത്തിലുണ്ട്. ബാക്കി ലൂക്കിന്റെ സ്വന്തമായിട്ടുള്ള തനതായ സംഭാവന. ഈ ജായിറോസിന്റെ മകളെ പുനർജീവിപ്പിക്കുന്ന സംഭവത്തിൽ അവൻ അപേക്ഷിച്ചു. യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ നിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ വന്നത്. 49-ാം വാക്യത്തിൽ പറയുന്നു, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കണ്ട. യേശു ഇത് കേട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ സുഖം പ്രാപിക്കും. യേശു വീട്ടിലെത്തിയപ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാവരും കരയുകയും അവളെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യേശു അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ച് മരിച്ചവരെ പുനർജീവിപ്പിക്കുവാൻ യേശുവിന്റെ വാക്കുകളുടെ അതുല്യ ശക്തിയും അവന്റെ ദിവ്യ സ്പർശനവും, യേശുവിന്റെ ദിവ്യ സ്പർശനവും അവന്റെ ദിവ്യ വചസ്സുകളുടെ അതുല്യ ശക്തിയും. ചുരുക്കി പറഞ്ഞാൽ 8-ാം അധ്യായം മുഴുവൻ വചനത്തിന്റെ അതുല്യ ശക്തിയും യേശുവിന്റെ ആധികാരികതയും വെളിപ്പെടുത്തുന്നു. ആദ്യം മാത്രം യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. അവന്റെ ദിവ്യ വചസ്സുകളാണ് അവരെയും സ്വാധീനിച്ചത്. അപ്പസ്തോലന്മാരെ വിളിച്ചത് യേശുവാണല്ലോ. അതുപോലെ യേശുവിന്റെ തിരുമൊഴികൾ കേട്ടിട്ടാണ് ആ സ്ത്രീകൾ യേശുവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് അവനോടൊപ്പം ആയിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ യേശുവിനോടും യേശുവിന്റെ വചനത്തോടും വിശ്വസ്തയോടെ പ്രത്യുത്തരം നൽകുന്നവരാകുവാൻ, വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ, വചനമനുസരിച്ച് ജീവിക്കുന്നവരാകാൻ, വചനത്തിന്റെ സാക്ഷികളാകുവാൻ
സുവിശേഷ വെളിച്ചം ലോകത്തിന് പകർന്നു നൽകുവാൻ, ചുറ്റും പ്രസരിപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നിരന്തരം ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.